ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു വറുത്തരച്ച തേട് മീൻ കറിയുടെ റെസിപ്പി കാണാം. അപ്പം ഞങ്ങളിവിടെ തേട് മീൻ, കൂരിമീൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ വൃത്തിയാക്കാൻ കുറച്ച് പാടാണെങ്കിലും കറി വെച്ച് കഴിക്കാനായിട്ട് വളരെയധികം ടേസ്റ്റാണ് ഈ ഒരു മീൻ. ഇത് വറുത്തരച്ച് കഴിക്കാനും മുളക് കറി വെക്കാനും ഒക്കെയാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഈ വറുത്തരച്ച കറി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ടൊരു പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉലുവയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഉലുവയുടെ നിറമൊക്കെ ഒന്ന് മാറി വരുന്ന സമയം കൊണ്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. സ്റ്റൗ ഒന്ന് കുറച്ച് വെച്ചിട്ട് ബ്രൗൺ കളറായി വരുന്നവരെ നല്ലതുപോലെ കൈവിടാതെ ഒന്ന് വറുത്തെടുക്കാം. ഒരു 5-6 കഷ്ണം കൊച്ചുള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൽ സ്വല്പം എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് തേങ്ങ വറുത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതിനകത്ത് ആവശ്യമെങ്കിൽ ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ അതൊന്നും ചേർത്തിട്ടില്ല. സിമ്പിൾ രീതിയിലാണ് തേങ്ങ വറുത്തരച്ച കറി തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ തേങ്ങയുടെ നിറമൊക്കെ ഒന്ന് മാറി ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇതിൽ വേണമെങ്കിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കാം. ഞാനിവിടെ അങ്ങനെ ചേർത്തിട്ടില്ല, അല്ലാതെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ചേർത്ത് കൊടുത്താലും കറിക്ക് നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഈ ഒരു സമയം കൊണ്ട് മീൻ ഇവിടെ നല്ലതുപോലെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ മീൻ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഈ മീനിൻ്റെ തലഭാഗം ഒന്നും ആരും കളയണ്ട, അതിലായിരിക്കും ടേസ്റ്റ് കൂടുതൽ. ഈ ഒരു സമയം കൊണ്ട് തേങ്ങയുടെ ചൂടൊക്കെ നല്ലതുപോലെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി അതൊരു ജാറിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് തേങ്ങ അരയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. അതിന് മുന്നേ ആയിട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 3 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി എന്നിവയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കളർ കൂടുതലായിട്ട് വേണമെങ്കിൽ 1 സ്പൂൺ കാശ്മീരി പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് അരയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചു കൊടുക്കുക. തേങ്ങ ഇവിടെ നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കിയെടുക്കാം. ഇതിനായിട്ടൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. മൺചട്ടിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളി എടുത്ത് കൊടുത്തിട്ടുണ്ട്. നീളത്തിന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. 2 പച്ചമുളക് നെടുകെ കീറിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തോട്ട് നേരത്തെ അരച്ച് വെച്ചിരുന്ന ആ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ആ ജാറിൽ തന്നെ ആവശ്യമുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ജാറിൽ തന്നെ ആവശ്യമുള്ള വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ എടുത്തു വെച്ചിരുന്ന വാളംപുളി നെവിടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. കുടംപുളി ചേർക്കണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ ഒരു സമയം കൊണ്ട് ചേർത്ത് കൊടുത്തിട്ട് കറി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വെട്ടി തിളപ്പിച്ചെടുക്കാം. കറി നല്ലതുപോലെ തിളച്ച് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയം ആകുമ്പോഴത്തേനും വൃത്തിയാക്കി വെച്ചിരുന്ന മീൻ ഇതിനകത്തോട്ട് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ തേട് മീനിൻ്റെ തലഭാഗം ആരും കളയണ്ട, തലയിലായിരിക്കും ടേസ്റ്റ് കൂടുതൽ. മീൻ എല്ലാം കൂടെ കറിയിൽ നല്ലതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് സമയത്തേക്കും കൂടെ കറി നല്ലതുപോലെ ഒന്ന് വെട്ടി തിളപ്പിച്ച് മീനൊക്കെ ഒന്ന് വെന്ത് വരുന്നതിനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. കറിയൊക്കെ ഇവിടെ നല്ലതുപോലെ തിളച്ച് മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്കൊരു താളിപ്പ് തയ്യാറാക്കിയെടുക്കാം. മറ്റൊരു പാത്രം സ്റ്റൗവിനകത്തോട്ട് വെച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കാം. കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കൊച്ചുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരുന്നത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൊച്ചുള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിനായിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ താളിപ്പ് നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. താളിപ്പ് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ താളിപ്പ് നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച തേട് മീൻ കറിയുടെ റെസിപ്പി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുതേ. വളരെ സിമ്പിളായിട്ടാണ് ഇവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അതുപോലെ വളരെയധികം ടേസ്റ്റിയുമാണ്. തേട് കറി കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.